അസ്സലാമലൈക്കും. വെൽക്കം ടു ജാനി ഫുഡ് കോർട്ട്. നമുക്കിന്ന് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാം. അതിനായി ആദ്യം ഒരു കപ്പ് പരിപ്പ് കഴുകി കുക്കറിലേക്കിടാം. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു പിടി ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിളക്കി കുക്കർ മൂടി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പുളി പിഴിഞ്ഞു വെക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞു വെക്കാം. മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫാക്കി കുക്കർ ഇറക്കി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി മുറിച്ചു വെച്ച മുരിങ്ങാക്കായ, വഴുതന, വെണ്ടക്കായ, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി തക്കാളി ഒരു പരുവമായാൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പിഴിഞ്ഞു വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാം. നേരത്തെ മാറ്റിവെച്ച കുക്കർ തുറന്നു നോക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് ചേർത്ത് ഇളക്കാം. ഒരു ചെറിയ തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും വേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്തിളക്കാം. നമ്മുടെ സാമ്പാർ പൊടിയിൽ ഇതുണ്ട്. എന്നാലും ഇപ്പോൾ കുറച്ച് ചേർക്കുമ്പോൾ നല്ല മണവും നല്ല സ്വാദും ഉണ്ടാകും. ഇനി നമുക്ക് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ കടുക്, വറ്റൽമുളക്, വേപ്പില എന്നിവ ചേർത്ത് താളിച്ചൊഴിക്കാം. നമ്മുടെ സാമ്പാർ റെഡിയായി. ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുമല്ലോ. അടുത്തൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.